ഹേ എടാ മൊത്തേ നമ്മൾ ബസ് എടുത്ത് ഡെസാർട്ടി എത്തിയിട്ടുണ്ട്. ഒരു എടാ ലിനിക്സൊക്കെ വന്നു. എടാ ലിനിക്സൊക്കെ ഉണ്ടാ? ലിനിക്സൊക്കെ പോയാ എന്തോ എനിക്കറിഞ്ഞൂടാ ഗൈസ്. എല്ലാവരും ബസ് കൊണ്ടുപോടാ. ബസ്സേ കൊണ്ടുവരാവേ. ബസ്സേ കൊണ്ടുവരാം. നിൻ്റെ കയ്യിൽ എന്തായാലും ബസ് കാണും. നിൻ്റെ കയ്യിൽ എന്തായാലും ബസ് കാണും. ബസ്സൊന്നും കാണാതിരിക്കില്ല മുത്തേ. സീരിയസ്ലി പറയാമല്ലേ. ബസ്സൊക്കെ എന്തായാലും നിങ്ങളായി കാണുന്ന എനിക്ക് തോന്നാം. ബസ്സില്ലാതെ ഒന്നും വരല്ലേ മുത്തേ. നിങ്ങളൊന്നും എന്തായാലും ന്യൂ പ്ലെയേഴ്സ് അല്ലല്ലോ മുത്തേ. അതുകൊണ്ട് ബസ്സൊക്കെ ഇല്ലാതെ മച്ചാന്മാർ. നമ്മളെ AK മച്ചി അഭിവൈറ്റി മച്ചീൻ്റെ മോഡറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ റൂമിൻ്റെ അകത്ത്. റൂം മോഡറേറ്ററാണ് അവൻ കേട്ടാ. അവൻ ചെക്കൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഹാപ്പി പ്രിൻസ് എന്നാ. എടാ മുത്തേ ചിരിക്കണ സന്തോഷവാനായ പ്രിൻസാണ് കേട്ടോ അവൻ. രാജകുമാരൻ എന്നല്ലേ എൻ്റെ അർത്ഥം. ഓക്കെ എടാ വണ്ടിക്ക് ഒരു കുഴപ്പമുള്ള അഴുക്കൂല ഒന്നുമില്ല. ഓ എനിക്ക് റൊമ്പ പിടിച്ചെടുക്കും മുത്തേ. ഇത് കൊള്ളാല്ലേ. ബസ്സില്ല എന്നാ. എടാ മുത്തേ ബസ്സില്ലെങ്കിൽ നമ്മൾ ട്രിപ്പൊക്കെ പോകണില്ലേ. ബസ്സില്ല അതിൻ്റെ കൂടെ കാറ് കയറി വന്നാൽ മൊത്തം മൊണ്ടി അടിക്കൂടാ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. മുത്തേ സ്ക്വീണ്ടി വന്നിട്ടുണ്ട് മുത്തേ. ഇതെന്നെ കൺഫ്യൂസ് ആക്കണ്ട. ഇതെന്നെ കൺഫ്യൂസ് ആക്കണം കേട്ടോ. നമ്മൾ ചുമ്മാ പറഞ്ഞല്ല. നിങ്ങളിത് നിൽക്കേ എല്ലാ ബസ്സും വരട്ടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേരൊന്ന് വായിച്ച് പഠിക്കട്ടെ. അല്ല അങ്ങനല്ല, മനസ്സിലാക്കട്ട്. റിയൽ അർത്ഥം എന്ന് പറഞ്ഞ സാധനമില്ല മുത്തേ. അതൊന്ന് ഇതാക്കട്ട്. റിയൽ ബസ്സാ കൊച്ചു ബസ്സായാൽ മതിയോ? ബസ്സായാൽ മതി. അവൻ സംശയം അതൊന്നും കുഴപ്പമില്ല. ദ റിയൽ ബോൺ ഓഫ് ധീരെ. ധീരെ ആ സിനിമയല്ലേ? ധീര സിനിമയല്ല. മറ്റേ റാം ചരణ മറ്റില്ല ശൈത്യഗാഥ അതിഗംഭീര. അല്ല അത് പ്രഭാസിൻ്റെ ബാഹുബലി. അതല്ല ഇത് മറ്റില്ല മഞ്ഞിക്കൂടെ കുതിരേൻ്റെ പുറത്ത് ഇങ്ങനെ കൂടെ പോണ സാധനമില്ലേ? എനിക്ക് കുളത്തിച്ചും ചാടും. അല്ല കുളമല്ലല്ലോ എന്തിനു പറ്റില്ല സാധനം ഉണ്ടല്ലേ? പൊന്തക്കാടല്ലേ മറ്റില്ല കുഴിഞ്ഞു പോണ സാധനം ഉണ്ടല്ലേ? മണ്ണിൻ്റെ അടിയിലോട്ട് കുഴിഞ്ഞു പോകേണ്ട സാധനം. ആ സാധനത്തിലോട്ട് എടുത്ത് ചാടുന്ന പടമല്ലേ? മഞ്ഞ് അതൊരു ലോജിക്കില്ലടാ. അത് എങ്ങനെയാടാ അത്? സിനിമ ആണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് മഞ്ഞിൽ കുളമല്ലേ വെള്ളം? കുളം ഉണ്ടോ മഞ്ഞിൽ? കൊണ്ട് ഇതൊക്കെ വെച്ചേക്കണം. ക്രിയേറ്റിവിറ്റി തന്നെ എനിക്കറിഞ്ഞൂടാ. ഇതെന്തോന്ന് ദീത? ഒന്ന് വായിച്ചോട്ടാ ഞാൻ ഒന്ന്. ദീതേ രായാണ് കേട്ടോ. അത് രായാണ്. പെട്ടെന്ന് കാണുമ്പോൾ അവർ കറുപ്പിച്ചിട്ടില്ല. മനസ്സിലായില്ല, കറുപ്പിച്ചില്ല. അതുകൊണ്ടാണ് ചേട്ടാ. എന്തായാലും നോക്കാം. നിങ്ങൾ ബസ്സാ കൊണ്ട് ഒതുക്കിണ്ടേ മുത്തേ. നിങ്ങളെല്ലാവരും നല്ല ഡീസൻസി കീപ്പ് ചെയ്യണേ. മനസ്സിലായി? നമുക്കൊരു നല്ല ഇതാവണ്ടേ. ഞാൻ ചുമ്മാ ഇതാക്കണേല്ല കേട്ടോ. നമ്മളൊരു നല്ല വൈബിൽ നിൽക്കാൻ പറ്റണ്ടേ. എല്ലാം ചുമ്മാ വണ്ടിയും ചുമ്മാ ഇങ്ങോട്ട് പോയി കളിക്കണമല്ലല്ലേ. നല്ല ഡബിളായിട്ട് ഇരിക്കണേ. എല്ലാവരും അത്യാവശ്യം ഇതായിക്ക് ഡിസിപ്ലിൻ ഉണ്ട്. ആ സാധനം എടുത്തിട്. അല്ല പിന്നെ ദ റീബോൺ ഓഫ് ധീര. ഇവൻ ധീരയാണ് കേട്ടോ മുത്തേ. ഇനി ഇതൊക്കെ കേട്ടോ. ഇവൻ മലയാളത്തിൽ ചോദിച്ചുകൊണ്ട് കണ്ടാ. സ്ക്വീണ്ടി മച്ചി നീയും കൂടെ മലയാളത്തിൽ തിരിച്ചിട്ട് നമുക്ക് വായിച്ച് മര്യാദയ്ക്ക് ഇതാക്കായിരുന്നു കേട്ടോ. ഇത് മൊത്തത്തിൽ ഇതെന്തൊരു സാധനം? എടത് വവ്വാലായിരുന്ന എൻ്റെ ആണെന്ന് കേട്ടോ. ആർക്ക് ബാക്കിയല്ല ഓക്കെ കേട്ടോ. പക്ഷെ വവ്വാലിൻ്റെ കണ്ണില്ല അതിന്. വവ്വാലിൻ്റെ കണ്ണ് പോയി. വവ്വാലിൻ്റെ കണ്ണിൻ്റെ അവിടെ ഒരു വലിയൊരു ഇത് വരച്ച് വെച്ചേക്കണം. എന്തൊരു സാധനം ഇത്? കൊള്ളാം വണ്ടി കൊള്ളാം. ഇത് എന്തൊരു കാണിക്കണം? ഇതെന്തൊരു നിനക്ക് ബുദ്ധിയില്ല? അങ്ങോട്ട് മാറ്റിയിട്. സ്ഥലമില്ലല്ലോ നമുക്ക് അങ്ങോട്ട് കയറ്റിട്ടാലാ. ഓക്കെ എനിക്ക് മോഡറേറ്ററെ റൂം മോഡറേറ്റർ എന്തരാക്കണം നീ? സ്ഥലം കുറവൊന്നും കേട്ടോ. അറക്കലെ കൊണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് അത്തിരി ഞാൻ എങ്ങോട്ട് ഇടാനില്ല. നിങ്ങളല്ലേ അവിടെ ഞങ്ങോട്ടും ചാടിക്കയറും. അതല്ല ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പോട്ട് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. അവിടെ സ്ഥലം ഉണ്ട് അങ്ങോട്ട് കയറ്റി ഇടാം. അങ്ങനെ ഒരു ഇതാണ്. ഇവിടെ എത്തിക്കൂടെ സ്ഥലം. ഇവിടെ വിൽക്കണേ ഇതൊക്കെ കൊണ്ടുവരാം. അതാണ്. അല്ലടാ ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ടോ നിങ്ങൾക്ക്? ഇവിടെയും കൂടെ ആയിട്ട് ഇടുക കേട്ടാ. അവിടെ സ്ഥലമില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ഇതാക്കണം കേട്ടോ. സീരിയസ്ലി സ്നൂപ്പിനെ കളഞ്ഞു. എന്ത് പറ്റി? ബസ് നമ്മളിത് ബസ് മീറ്റ് വെച്ചോണ്ടാണ് കേട്ടോ. സീരിയസ്ലി നിങ്ങളെ മനപ്പൂർവ്വം ഇതാക്കണല്ലോ കേട്ടോ. എന്തായാലും നോക്കാം. അടുത്തോ വന്നടാ അവൻ്റെ പ്രയറത്തം. ഇവനെ ഞാൻ ഇത് എന്തൊരു ഭാഷ, ഇതെന്തരാണിതൊക്കെ? പ്രൈമ. എൻ്റെ പൊന്നോ, ഇതിങ്ങനെ എഴുതായിരുന്നാ? ഞാൻ ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ പയറ് വറുത്തേന്നാ, അങ്ങനെ പായസം കുറച്ചേന്ന് അങ്ങനെ വല്ലതും ആയിരിക്കും എന്നാണ് വിചാരിച്ചേട്ടാ. അങ്ങനെ അല്ല, ഇത് പ്രൈമെന്നാണ് കേട്ടാ. മൈ മിസ്റ്റേക്ക്. സോറി ഗൈസ്, സീരിയസ്ലി മൈ മിസ്റ്റേക്ക്. മുത്തേ എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് പയറ് വറുത്തയാണെന്നാണ് കേട്ടാ. ഞാൻ PUR കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പയറ് വറുത്തത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ്. പക്ഷേ അങ്ങനെ അല്ല, പ്രൈം എന്നാണ് നീ എഴുതി വെച്ചേക്കണം. എനിക്ക് മനസ്സിലായി. ഓക്കെ, എന്തായാലും കൊള്ളാം.
ഇവിടെ തള്ളിച്ചുകൊണ്ട് പോകണം എന്നെ നീ. അറയ്ക്കൽ വയനാട്. എടാ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ചലിച്ചാലാ? പ്രൈം പറയുന്ന എടാ പ്രൈം എന്നാണ് ഉദ്ദേശിച്ച് ചേർക്കാൻ. അയ്യോ ഇത് വേണ്ട, ഇത് വായിച്ചാൽ ശരിയാവില്ല. അതായത് സ്ക്വീഡും അല്ല, ഇതെൻ്റെ അപ്പി. എടാ സ്കുഡിയം സ്റ്റുഡിയോ ആയത് എന്തെടാ? SQ. എടാ നമുക്ക് ഓരോ അക്ഷരമായിട്ട് നോക്കാം. ഓക്കെ എടാ എല്ലാവരും അപ്പോഴത്തേക്കും അവിടെ വണ്ടിയിൽ ഇതൊക്കെ നോക്കട്ടെ എടാ സീരീസിൽ. SQUI. എടാ SQ ആകുമ്പോൾ സ്കുയി ഓക്കെയാണ്. SQUI എന്ന് പറയുമ്പോൾ സ്കുയി എന്നാണ്. നമ്മളെ നാട്ടിലേക്ക് SQUI എന്ന് വെച്ചാൽ സ്കുയി എന്നാണ്. കൊച്ചു ബസ് മതിയോ? എടാ അല്ല മുത്തേ, നമ്മൾ ഈ ബസ്സല്ലേ എല്ലാവരും കൊണ്ടുവന്നത്. ഈ ബസ്സും കൊണ്ടുപോകാൻ വെച്ചാ, ഈ ബസ്സും കൊണ്ടുപോകാൻ പറ്റി. ഓക്കെ സ്കുയി വന്നേ DY ഡൈ സ്ക്വീഡൈ. സ്ക്വീഡൈ എന്നാ എടാ ചേർത്ത് വായിക്കും അങ്ങനല്ല, സ്ക്വീഡി. എന്തരാ നമ്മളെയും കൂടെ കൺഫ്യൂഷൻ ആക്കാനായിട്ട് ഓരോ പേരിട്ടുകൊണ്ട് വന്നോളുമാര്. അവിടെ എന്തിനാ പൊന്തക്കാട്ടിലൂടെ അല്ല അവിടെ സ്ഥലം കുറവ്. ഓക്കെ മനസ്സിലായി. ഉദാഹരണം എന്തോടത്? അവിടെ എന്തോടാ സാധനം അങ്ങോട്ട് പോയത്? ഖലീഫ. ഞാൻ പേര് മാറ്റെന്ന അങ്ങനെയാണോ? എടാ ഈ വണ്ടിയുടെ ഓണറാണോ മുത്തേ? എടാ മുത്തേ ഞാൻ ഇതാക്കണല്ല കേട്ടാ, എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ഇതാക്കണ കേട്ടാ മുത്തേ. കൊള്ളാം, സാധനം കൊള്ളാം. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ കാണുമ്പോൾ വായിക്കൂലേ. ഇപ്പം നമ്മളൊരു ബോർഡ് കാണുമ്പോൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ഇത് മനസ്സിലാവണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. സാധനം കാണാനൊക്കെ വെടുപ്പായിട്ടുണ്ട്, മനസ്സിലായില്ലേ? ரொம்ப അഴകാന സാധനം, മനസ്സിലായില്ലേ? അല്ല ഇപ്പം എന്തിനു പറയാം? ഇവിടെ നിങ്ങൾ ഈ സ്ഥലം കുറവാണ് ചുമ്മാ അല്ല. തീരെ വന്നിട്ടുണ്ട്. എടാ ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ നിൽക്കേ. എൻ്റെ ബസ് എവിടെ? ഓക്കെ എൻ്റെ ബസ് എടുത്ത് അവിടെ നിങ്ങോട്ട് ഫോട്ടോ ഈ നിൽക്കുക. എൻ്റെ ബസ് എടുക്കട്ട് ഫോട്ടോ ഞാൻ എടുത്തോളാം കേട്ടോ. ഫോട്ടോ ഞാൻ എടുത്തോളാം, മറന്നിട്ടില്ല. എங்கே പോലാം? ഇന്ത ഇടത്തേക്ക് പോയാലോ? എടാ ഇങ്ങോട്ട് പോ. എടാ ഇവിടെ ലൊട്ടയാണ്. അതെ ആ സ്ഥലം എനിക്കറിയാം. ഓ അത് പോടാ. അയ്യോ എടാ നിങ്ങളൊന്ന് മാറ്റാ. ഇതിപ്പോൾ ഞാൻ എങ്ങനെ പോവും? ഇതിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. ഓക്കെ പോ. എടാ എനിക്ക് പോകണം. പോവാനും പറ്റൂല. എന്തൊരു ലൊട്ട. എടാ അത് ലൊട്ട എന്തിനാണ്? അത് കാറാ. ഓക്കെ എനിക്ക് കേട്ടു. റുബക്സ് എന്താ ചാറ്റ്? ഇപ്പം എന്താ റുബക്സിനെ കണ്ടോലോ തോന്നില്ല? റുബക്സ് വന്നായിരുന്നു. എന്തിനാ ഒരെണ്ണം കണ്ടോലോ തോന്നി? അവൻ്റെ എന്താ ലോഗോ കണ്ടോലോ തോന്നി. പെട്ടെന്ന് അപ്രതീക്ഷമായി പോയി. വന്നായിരുന്നാ? എടാ അവൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടാ. അത് സ്ക്വീഡിയാണോ അതാ കിണ്ടിയാണോ അതൊക്കെ അവനറിയാം, മനസ്സിലായില്ലേ? അവൻ ഇതിൻ്റെയൊക്കെ ആളാണ്. ഇങ്ങനത്തെ കിണ്ടീനെയും അല്ല അങ്ങനെയല്ല, ഈ സ്ക്വിഡന്തി ആ സാധനമൊക്കെ അവന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അവൻ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ അവനെത്തിക്കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും, മനസ്സിലായില്ലേ? സീരിയസ്ലി അവിടെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. അവൻ വന്നാൽ ചോദിച്ചാൽ മതി കേട്ടാ. ഞാൻ എന്തിനാ ഇപ്പോൾ ഒരു പ്രൊഫൈൽ കണ്ടോലെ തോന്നി, അതുകൊണ്ട് പറഞ്ഞാണ്. 120. എടാ ഞാൻ എങ്ങോട്ട് പോകണം? അയ്യോ ഞാൻ വഴി തെറ്റി പോണ്. അല്ല അങ്ങനല്ല, വഴി മാറിപ്പോണ്. എടാ ഇത് തിരിയണല്ലോടാ. ഇത് എന്താടാ എൻ്റെ വണ്ടി? ഇത് തിരിയടാ വണ്ടി മുത്തേ. നമ്മളിങ്ങനെയാണാ തിരിയാൻ പറഞ്ഞാൽ തിരിയണ്ടേ? ബുദ്ധിയില്ലേ മുത്തേ എനക്ക്? വണ്ടി അടാ എങ്കിൽ ഇങ്ങോട്ട് കയറ്റാളാ. ഇത് നല്ല സ്ഥലമാണ്. ഇത് കൊള്ളാം. എടാ എല്ലാവരും ഇങ്ങോട്ടൊന്നാണ് നമുക്ക് ഇവിടെ നിർത്താം കേട്ടാ. എടാ ചാറ്റ് വാങ്ങാട്ടെ. ഞാൻ അത്യാവശ്യം നല്ല ഇവിടെ ഭയങ്കര സ്ഥലം. എന്തൊരു മൈതാനോ? എന്തേടാ മുത്തേ മൈതാനോടാ ഇത്? പൊളപ്പ ഏരിയടാ ഇത്. മറ്റേ ബീച്ച് പോലെ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇനി ഇവിടെ പക്ഷേ ഒരു കാണാൻ ഒരു കുഴപ്പമില്ല. ഇത് പോകുമ്പോൾ നൈസായിരിക്കും അല്ലേ? ഈ സാധനം പോകുമ്പോൾ നൈസായിരിക്കും ട്രെയിൻ പോകുമ്പോൾ. പക്ഷേ ട്രെയിൻ പോകുമ്പോൾ നമുക്കങ്ങനെ അറിയാം. അവിടെ എല്ലാവരും വന്ന് ഇവിടെ പാർക്ക് കറുതോ. നീയൊക്കെ പാർക്കാക്കാൻ പറഞ്ഞാൽ പാർക്കാക്കണം, മനസ്സിലായി? സീരിയസ്ലി ഫുട്ബോൾ ഗ്രൗണ്ട് എന്നാ അവിടെ ഭയങ്കര വലിയ സ്ഥലമാടാ. അവിടെ ചാറ്റ് എന്തിനൊക്കെ റുബക്സ് വന്ന് കണ്ടാൽ പറഞ്ഞില്ലേ അവർ? നേരത്തെ കണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സ്ഥലം. മൈതാനം മുത്തി. ഇവിടെ ഇതെന്താ സാധനം? ഇവിടെ ആളില്ലാത്ത സ്ഥലത്തെന്തോ സാധനം. ഇതെന്താന്നില്ല. ഇവിടെ ആളില്ലാത്ത സ്ഥലത്ത് ഈ കൊന്നക്കമ്പ് അല്ല ഇതെന്തൊരു മുരിങ്ങാക്കോല അല്ലല്ല. എടാ ഇതിന് എന്തൊരു പേരെന്താ ഇത്? എടാ എന്തിനാണ് ഈ നീളമുള്ള സാധനത്തിൻ്റെ പേര്? മുള്ളുമുരിക്ക്. പച്ച മുള്ളുമുരിക്ക അതല്ലേ?
എടാ പച്ച മുള്ളു മുരിക്കുക ഇത്രയും വലിയ ഗ്രൗണ്ടിൽ ഇത്രയും വലിയ മൈതാനത്ത് ആര് കൊണ്ട് നട്ട് ബുദ്ധി ഇല്ലാത്തവൻ്റെ പ്രവൃത്തി എന്നേ ഞാൻ പറയൂ. മനസ്സിലായില്ലേ? ഓ ട്രെയിനിൽ പോകണമെങ്കിൽ ലൊട്ട വല്ല ഫുഡാ കഴിച്ചിട്ട് തുപ്പിയപ്പോൾ അവൻ്റെ വാക്കകത്തുനിന്ന് മറ്റേ ലൊട്ട ബാക്ടീരിയ അപരാധി എല്ലാം കൂടെ വന്ന് വീട് ഇവിടെ മുളച്ച് വന്നതാണ്. മനസ്സിലായില്ലേ? അവൻ്റെ മോനാണ് ഇവിടെ കാക്ടക്കസ്. ആ സാധനം മുത്തേ കാറ്റാക്കസ് ഉണ്ടല്ലോ, കാറ്റാക്കസ് ആ സാധനമാണ് കേട്ടോ ഇത്. മുരിങ്ങാക്കോലൊന്നും അല്ല. മനസ്സിലായി? മുരിങ്ങാക്കോൽ ഇതല്ല. മുരിങ്ങാക്കോല വേറൊന്നാണ്. മനസ്സിലായി? മുരിങ്ങാക്കോല അല്ല കോല് ഇത് വേറെ. ഇത് ആരുടെ ഇവിടെ ഇത് തന്നെ അറിയാം. അബ്ദു അല്ലേ ഇത്? എടാ ഇതാണ് ഇപ്പോൾ നോക്കിയാണെ കാണിച്ചത്. ചുമ്മാ ഇതല്ലേ കാണിച്ചത് എനിക്ക് കണ്ട അബ്ദു ആണ്. ഇതാണ് ഞാൻ പറയണ്ട. ചെറുക്കന് മനസ്സിലാവും കണ്ട ഒരു ലുക്ക് കാണുമ്പോൾ നമുക്ക് ഒരാളെ മനസ്സിലാക്കി എടുക്കണമെന്ന് മുത്തിപ്പം റുബക്സ് ഒരു ലുക്കുണ്ട്, സിദാനോ ഒരു ലുക്കുണ്ട്, എനിക്കൊരു ലുക്കുണ്ട്. ഓക്കെ എനിക്ക് ലുക്കൊക്കെ ഉണ്ടോ? നിങ്ങൾ കണ്ടാൽ എന്നെ അറിഞ്ഞൂടെ? നിങ്ങൾ ലൈവ് കണ്ട് അറിഞ്ഞൂടെ? അതേപോലെ നിങ്ങളൊരു ഒഫീഷ്യൽ ലുക്കാണ് കേട്ടോ. അബ്ദുവിൻ്റെ അടുത്ത് അന്നാണ്ട് ലൈവ് പറഞ്ഞു ചെറുക്കൻ കണ്ട ഇതുവരെ ലുക്ക് മാറ്റില്ലേ. ഇപ്പോൾ കണ്ട പേര് ഓഫായി കിടന്ന് എന്നാൽ പോലും ചെറുക്കനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഓ അതാണ് മനസ്സിലായില്ലേ? അതാണ് ഒരു ഒഫീഷ്യൽ ലുക്ക് ഗെയിമിൻ്റെ അകത്ത് വേണം. എടാ ഇവ ആറാ ഏറിയിരിക്കണോ? ഇവിടെ മുത്തേ പൊളപ്പം വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് കണ്ടിട്ട് ഇപ്പോഴാണ് കാണുന്നത്. ക്രിസ്ത്യാനോ കൂടെയൊക്കെ പൊങ്ങി. എടാ കയ്യിലെ പൂട പൊങ്ങി കേട്ടോ. മനസ്സിലായില്ലേ മുത്തേ? കയ്യിലെ പൂട പൊങ്ങി, വേറെ എവിടെയല്ല. മനസ്സിലായില്ലേ മുത്തേ? നീയൊക്കെ അങ്ങനെ വിചാരിക്കും. കാരണം എന്താണ് അങ്ങനെയൊക്കെ വിചാരിക്കണമല്ലോ ഒട്ടാൾ. സീരിയസ്ലി മുത്തേ കയ്യിലെ രോമാഞ്ചം ആ സാധനം ഉണ്ടല്ലോ, ആ സാധനം കയറിങ്ങി വന്നു കേട്ടോ മുത്തേ. രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടല്ലോ, ആ സാധനം വന്നു മുത്തേ. കാരണം വണ്ടി കൊള്ളാം. അവിടെ ഇവൻ്റെ മാത്രമല്ല ബാക്കിയുള്ള വണ്ടിയും കൊള്ളാം. പക്ഷെ നമുക്ക് അണ്ണനെ ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് നീ എതുക്കാകെ കുറഞ്ഞിട്ടേ, നീ എതുക്ക് കുറഞ്ഞേ അപരാധി വൈ യു കുറഞ്ഞത് ബൂസ് അല്ല ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ എടാ എന്ത് ഫാമിലി ഫ്രണ്ട്ലീൻ്റെ ലൊട്ട മുത്തേ, നമുക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റില്ല. കൂടി നമുക്ക് ഇതിൽ ലൊട്ടേന്ന് അങ്ങനെ പറയാം, അല്ല നമുക്കൊന്ന് പറയാൻ പോലും പറ്റില്ല. ഇത് എന്ത് കഷ്ടം മുത്തേ, ഇത് എന്ത് കഷ്ടമെന്നാണ്. എല്ലാത്തിനും കൂടെ ലൊട്ടയെന്ന് ചേർത്ത് ഞാൻ പറയണം. ഇതൊന്നും പറ്റൂല. ഈയടാ ഓൾഡ് റെഡ് ഫോക്സ് അത് പീസൊക്കെ എടുക്കാം, എന്നിട്ട് സെറ്റാക്കാം. പീസ് ഇനി ഏതാണ്ട് എടുക്കാൻ പറ്റുമെന്നാണ്. പീസ് എടുക്കണേ റൊമ്പ മണി തേവപ്പെടത് റൊമ്പ മണി. ഓ നൈസ്. ഇതെനക്ക് ഇന്താ എടാ മുത്തേ ഇന്താ ഏറിലെ ഇന്ത സാധനം. എടാ അത് ആറാ ഞാൻ ഒരു പിക്ക് എടുത്ത. എടാ നന്നായിട്ട് കൊണ്ടുവരണേ. അപ്പോഴത്തേക്ക് ലോക്ക് ഇത് മാറ്റാം. ആരടാ അവിടെ? നീ എടാ ഈ ഡിപ്രഷൻ പിടിച്ചോനൊക്കെ എന്തിനാണ് ഈ ഗെയിമിൻ്റെ അകത്ത് പറഞ്ഞത് മുത്തേ? നീ അവിടെ ആര് തപ്പണ്? എടാ അവൻ ഡിപ്രഷൻ പിടിച്ചോണ്ട് വേറെ എന്തൊക്കെ കാണിക്കണം മുത്തേ. ആ ബസ് കണ്ട മുന്നോട്ടാക്കാണ് ബാക്കിലോട്ടാക്കാണ്. നീ ആരെ തപ്പണ്? കേട്ടോ റിവേഴ്സൊക്കെ അടിച്ച് കളിക്കണം. അവന് വയ്യേ എടാ ഞാൻ ഇവനൊക്കെ എന്ത് പറയട്ടെന്നാണ് മുത്തേ ഉള്ള കാര്യം പറയാൻ. ഇത്തിരി ഇങ്ങനെ എടുക്കാം. ഇത് കുഴപ്പമില്ലടാ. എടാ എന്തായാലും നീ എൻ്റെ ലുമാനോയ്സ് എടാ മര്യാദ കയറാ. എന്ത് ലൊട്ട കാണിക്കണം? ഗേൾ ഫ്രണ്ട് ഒളിച്ചോടി കാണുന്ന അവിടെ ഗേൾ ഫ്രണ്ട് ഒളിച്ചോടെങ്കിൽ എന്തിനാ മുത്തേ ബസ് എടുത്ത് റിവേഴ്സ് അടിക്കണത്? സീരിയസ്ലി എടാ മറ്റല്ല. എടാ മുത്തേ മുത്തേ റൂം മോഡറേറ്ററെ നീ ഉണ്ടല്ലോ മുത്തേ, നീ പാതിക്ക് വെച്ച് ഇറങ്ങി പോണ ഒരു ലൊട്ട പരിപാടി ഇടയായിട്ട് കൂടി വരണേ മുത്തേ. നീ നല്ലപോലെ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ നീ എന്ത് മുത്തേ നിനക്ക് എടാ നമ്മളെ റൂമൊക്കെ പറയുമ്പോൾ കുറച്ച് അധികം നേരം വേണോടാ. നീ അവിടെ വേണം. ഇവൻ പാതിക്ക് വെച്ചെങ്കിൽ അപ്രത്യക്ഷമാവണം നമ്മളെ റൂമിൽ. ഇപ്പം ഇതിൻ്റെ അകത്ത് കാണൂല നോക്കിയോണേ. നേരത്തെ ഇറങ്ങിപ്പോയി അതാണ് ചോദിച്ചാൽ. ഇപ്പോൾ വന്നല്ലേ? ഓക്കെ ഇപ്പോൾ വന്ന്. നേരത്തെ എന്നെ കണ്ടില്ല. ഇടയ്ക്കൊക്കെ നിന്നെ കാണാൻ കിട്ടൂല. പെട്ടെന്ന് നീ എങ്ങാട്ടാ പോവും. അതാണ്. എന്തായാലും നീ വേണം കേട്ടാ. നിൻ്റെ അടുത്ത് വലിയ ജോലിയാണ്. ഇത്ര എടാ അവൻ ബാഗിലോട്ട് ഗ്ലിച്ചടിച്ച് പോയി. എടേ നീ കൊള്ളാമല്ലത്. അയ്യോ എടാ നിങ്ങൾ എടാ മുത്തേ ചാറ്റിൽ വലുതാ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എടുത്തോണേ. ചെകുത്താനെന്നാ എടാ ബസ്സിൽ എടാ എല്ലാ ബസ്സും ഞാൻ നോക്കട്ടാ. എടാ നിൽക്കി ഞാൻ കുറച്ച് ചാറ്റ് നോക്കൂലേ? ഞാൻ ചാറ്റ് മാത്രം ആക്കിയിരിക്കണം. ഞാൻ ബസ്സിലെ കാര്യങ്ങളെല്ലാം നോക്കട്ടെ കേട്ടോ. എടാ ഞാൻ വായിക്കാം. നീ എങ്ങോട്ട് പോണ്? നീ സ്പൈക്കോ അല്ല സൈക്കോ. എടാ പി കൂട്ടൂല കേട്ടോ. പി ഉച്ചരിക്കൂല. സ്കൂളിൽ പോയമാർക്കൊക്കെ മനസ്സിലാവും അതെന്താണെന്ന് വെച്ചാൽ. പി ഉച്ചരിക്കൂല. വയനാട് മുത്തുണ്ട് നമ്മളെ സൈക്കോ ട്രാവൽ മാറ്റ മാത്സ്
എടാ എടാ ഓരോ വണ്ടിയിലും ഓരോ ഉപദേശങ്ങൾ എഴുതിച്ചിട്ടുണ്ട് ഏട്ടാ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ എടുത്ത് എടാ എല്ലാം ഒന്നും ശരിയല്ല ഏട്ടാ. നേരത്തെ ഒരു എഴുതി വെച്ചാണ്, എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണെന്ന് അറിഞ്ഞു. ഒരു തേച്ചാണ് എനിക്ക് ഞാൻ ജനിച്ചത് ഇമ്പ്രസ് ചെയ്യാനല്ല, എക്സ്പ്രസ് ചെയ്യാനാണ്. എന്തൊരു എക്സ്പ്രസ് ചെയ്യാന്ന് വെച്ചാൽ എനിക്കറിയണം. നമുക്ക് സീരിയസ്ലി പറയാനില്ല. അത് ചിലതൊന്നും നമുക്ക് ഇതാണെന്ന് തോന്നുന്നു. ഇതല്ല സ്ക്വീണ്ടി അല്ല. എടാ ഒരു ബസ്, നീല ബസ് അല്ല, നീലല്ല, ഇത് പിങ്ക് അല്ലല്ലോ, ഇത് വേറെ മറ്റേ കളർ പേര് വിട്ടേ, ബ്ലാക്ക് പാന്ത്രിൻ്റെ ഡ്രസ്സിലുള്ള കളർ. നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ വിട്ടുപോയി. എടാ നമ്മൾ നോക്കണം തുടങ്ങി അങ്ങോട്ട് പോകുക തന്നെ വേണം കേട്ടോ. പക്ഷേ മെനക്കെടുത്താനായിട്ട് ലൊട്ട റെയിൽവേ എക്സ്പ്രസ് എന്നാ. എടാ ഞാൻ അവനെ ലൊട്ട അടുപ്പിക്കാൻ പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിലാവണ്ടേ, നമുക്കൊരിത് വേണ്ട. ഇതില്ലെങ്കിൽ എന്തെങ്കിലും ഇന്നതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നെങ്കിലും പറയേണ്ടായിരുന്ന. നമുക്കൊന്നും കത്താത്തോണ്ടല്ലേ ഇവിടെ ഒന്നുമില്ല. എടാ ഞാൻ എൻ്റെ വണ്ടിയിലൊന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല. സൈക്കോ. എടാ ഇവൻ എന്താ എഴുതിച്ചിട്ടുണ്ട് ഏട്ടാ? ഇതാ ലൈഫ് ബൂട്ടി അല്ല, ലൈഫ് എൻജോയ് അല്ല. എടാ എടാ ഇവൻ നിങ്ങളത്തെ സ്ഥലം എന്താടാ? ബൂട്ടി. എടാ ഇതെന്താന്നിത്? ബൂട്ടിയാ? ഊട്ടി. ഇത് ലൈഫ് എൻജോയ് എന്നാണ് കേട്ടോ, ഊട്ടി എന്നൊന്നും അല്ല. വിത്ത് ട്രിപ്പാ. മുത്തേ ഉഗ്രൻ. സീരിയസ്ലി ലൈഫ് ഈസ് എൻജോയ് ട്രിപ്പ് എന്ന് മുത്തേ. ഇതെന്തിരിക്കണം തലയിരിഞ്ഞിരിക്കണം? എടാ ഇങ്ങനെ അല്ല എടാ, ത്രികോണ ഇതെന്തിരും. എടാ ഇത് കുഴപ്പമില്ല. എടാ മുത്തേ ഉദ്ദേശം കുറച്ച് ട്രിപ്പൊക്കെ പോകണം, ചുമ്മാ ലൊട്ട അടിക്കില്ല, അതാണ് ചെറുക്ക ഉദ്ദേശം. മനസ്സിലായില്ലേ? അതൊക്കെ ഓക്കെയാണ്, കറക്റ്റാണ്. പിന്നെ നിങ്ങൾക്കെന്ത് ബുദ്ധിയില്ല മുത്തേ, ട്രിപ്പ് പോവാതെ. അവിടെ ഇവിടെ വേറെ ലോങ്ങിനുണ്ടോ? പുതുതായിട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇത് ഇങ്ങനെ. എനിക്കിവിടെ ഇതാക്കിണ്ടാ കുത്ര ചേർത്തേണ്ട എന്തിനാണ്? ഇത് കൊള്ളാം കേട്ടോ, എൽബിച്ചു സാധനം നൈസ്. എടാ മുത്ത ഈ ബസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സീരിയസ്ലി. അത് അണ്ണൻ്റെ ആയതുകൊണ്ട് കൂടിയാണ്. മനസ്സിലായില്ലേ? അതാണ്. ഇവിടെയും ഗ്രേറ്റ് വർക്കുകളുള്ള ബസ് വന്നിട്ടുണ്ട്, പക്ഷേ അവിടെ ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. എടാ നിങ്ങളെന്ത് ഒട്ടിയൊരു നിൽക്കണമാര് എന്തരുത് തിരി സ്ഥലന്താടാ നിങ്ങൾ. എനിക്ക് ഇതെന്തരുത്? എടാ ഇവൻ്റെ വായിച്ചു. ഇത് ഉപയോഗിക്കേണ്ടി വരും, ഈ ഡ്രോണിലൊട്ടേൻ ഉപയോഗിക്കേണ്ടി വരും കേട്ടോ, ഇല്ലേ വായിച്ചെടുക്കാൻ പറ്റൂല. ദ ബ്ലാക്ക് ലിസ്റ്റഡ് ബോയ് എന്നാ മുത്തേ. എടാ സംഭവം എനിക്ക് മനസ്സിലായി, പക്ഷേ നീ അത് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ അറിയിക്കേണ്ടിരുന്നില്ല. എടാ മുത്തേ, ഇൻസ്റ്റയിൽ ഏതാ പെണ്ണ് ബ്ലോക്ക് ചെയ്ത്, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അവൻ ഉദ്ദേശിച്ചത്. അവൻ അത് മാസാക്കി മാറ്റി. ഇൻസ്റ്റയിൽ ഏതാ പെണ്ണ് അവനെ ബ്ലോക്ക് ചെയ്തപ്പം അവന് വിഷമമായി. പക്ഷേ അവൻ അതിനെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ മാസാക്കാൻ വേണ്ടിയിട്ട് ഗെയിമിൽ അവനും അവൻ്റെ ഫ്രണ്ട്സും കൂടെയും ഗെയിം കളിക്കണം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഗെയിമിൽ വണ്ടിയുടെ സൈഡിൽ ബ്ലാക്ക് ലിസ്റ്റഡ്, അതായത് ബ്ലോക്ക് ചെയ്തതിനെ അവൻ ഇങ്ങനെ ആക്കി ബ്ലാക്ക് ലിസ്റ്റഡ് ബോയ് എന്നും പറഞ്ഞ് എഴുതിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? എടാ മനസ്സിൽ വിഷമം വച്ചിട്ട് അവൻ ചിരിക്കാൻ നോക്കണം, മനസ്സിലായില്ലേ? നിങ്ങൾ കളിയാക്കല്ലേ അവനാ, ശരിയാവൂലേ? എന്തിന് ബാക്കിൽ പൂച്ചേ? സ്റ്റോപ്പ് എന്നാ. എടാ പോടാ പൂച്ച, പിന്നെ പൂച്ചേനെ ലോട്ട പോടാ നീ ലോട്ട പൂച്ച. എടാ പൂച്ചയാണ് ഞാൻ പറഞ്ഞ കേട്ടാ, അതിൻ്റെ അടുത്തൊന്ന് സ്റ്റോപ്പ് എന്ന്. പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ല, ട്രാവൽ വിത്ത് മീ ചെകുത്താൻ റെക്സ് എന്നാ. അല്ല ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എനിക്ക് അല്ല അങ്ങനെയല്ല, നമ്മളിവിടെ നിൻ്റെ കൂടെ വരാൻ. അപ്പം പിന്നെ നമ്മളെന്തിന് ബസ് എടുത്തോണെന്നാ? എടാ വണ്ടി കയറാൻ വേണ്ടിയിട്ട് പറയണതാ എനിക്ക്. എടാ എന്താ ഇവന്മാർ ചെയ്ത് ചെയ്യണതിൻ്റെ അർത്ഥം എനിക്ക് കിട്ടാണ്ട് കേട്ടാ. കിങ് ഹിയർ എന്നാ എടുത്ത അടുത്തോയി. എടാ നിങ്ങളെ നോക്കിയാണ് ഇത് എന്തിനാണ് സംഭവം? വേണ്ട, നമ്മൾ ഇത്രയും പേര് ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ ഇത്രയും പേര് ഇവിടെ നിൽക്കണം. കണ്ട ഒരാൾ കണ്ട അവിടെ മുത്തേ, നിനക്ക് എന്തിനു മാത്രം മനസ്സിൽ വിഷമം? എന്ത് പറ്റി? ഡിപ്രഷനാണോ നിനക്ക്? എടാ ഇവ എന്തൊരു കാണിക്കണത്? നിനക്കെന്ത് ബ്രേക്ക് വരണില്ലേ? അല്ല വണ്ടിയുടെ മുന്നോട്ട് ചവിട്ടിയിട്ട് പോകണില്ല? ഇത് എന്ത് നടക്കണം മുത്തേ? നീ നിൻ്റെ ബസ്സിനെയും കൊണ്ടുപോയിട്ട് നോക്കുന്ന. എടാ ഞാൻ കണ്ട് കൊള്ളാം. ജെറ്റ് ഫോക്സ് യുവർ ബസ് നോക്കുന്ന. എടാ എൻ്റെ ബസ് എന്തായാലും എൻ്റെ ബസ്സിൽ മറ്റേ സിംഗോ ഇങ്ങനെ ഊഹറെന്ന് പറഞ്ഞ് കർദ്ദിച്ചോണ്ടിരിക്കുന്ന സാധനം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എടാ എൻ്റെ ബസ് അവിടെ അവിടെ ഉണ്ട് പേടിപ്പിക്കാനായിട്ട്. എടാ എനിക്കില്ല ഉപദേശങ്ങൾ ചോദിച്ചാൽ കാണാൻ പറ്റില്ല കേട്ടാ. എടാ എല്ലാവരും ഓരോ ബസ്സിൽ ഉപദേശങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെന്തിനു ചോദിക്കും? നമ്മളെന്ത് ചോദിക്കും? നമുക്കൊരു ഉപദേശം. അവിടെ നിങ്ങളൊരു ഉപദേശം എന്തിനാണ്? ഒരു ഉപദേശം ഞാൻ മനസ്സിലാക്കട്ടെ, ഇംഗ്ലീഷിലാക്കണം ഉപദേശം. നമുക്കൊരു മനസ്സിലൊരു ഉപദേശം ആദ്യം വിചാരിക്കണം മലയാളത്തിൽ, എന്നിട്ട് അതിന് ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്യണം. ഓക്കെ, എന്തിനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്? ഇതൊന്നും ആവശ്യമയത്ത് ഒരു ലൊട്ട അലച്ചാൽ കിട്ടൂലല്ലോ. എന്ത് മുത്തായേ, മനസ്സിലൊന്നും കിട്ടുന്നില്ലല്ലോ, ഒന്നും തെളിയുന്നില്ലല്ലോ. ഇത് കബഡി നിരത്തേണ്ടി വരും കേട്ടോ. ഒന്ന് ആലോചിച്ചിട്ട് മനസ്സിൽ വരണില്ല. അവിടെ എന്താടാ കിട്ടണല്ലടാ? എനിക്ക് കിട്ടണില്ല, സത്യമായിട്ടും കിട്ടണില്ല. എനിക്ക് ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടൊന്നും കിട്ടാനില്ല, അല്ലാതെ എനിക്ക് കിട്ടണുണ്ട്, അത് പറയാനും പറ്റൂല. സത്യമായിട്ട് നമ്മൾ ഫാമിലി ഫ്രണ്ട്ലി ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് ചെയ്യണേന്ന് എനിക്ക് നിങ്ങൾക്ക് അറിഞ്ഞൂറാ. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാണ് ചെയ്യണേന്നാ.
ഫാമിലി ഫ്രണ്ട്ലി. നമ്മളൊരു ഫാമിലി ഫ്രണ്ട്ലി സ്ട്രീമറേ അല്ല. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഫാമിലി സെറ്റാക്കാം. ഫാമിലി പി സി ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരു സെറ്റാക്കാം. ഇത് എന്തായാലും എൻ്റെ സ്ക്രീൻ കിടന്ന് അങ്ങാട്ട് ഇങ്ങോട്ട് ലൊട്ട അടിക്കണം. എന്തിനു മുത്തേ ഇത് കളിക്കണം എൻ്റെ സ്ക്രീനെ? സ്ക്രീനെ എടുത്ത് വെളിയേറിയ മുത്തേ തന്നെ. സീരിയസ്ലി ഗ്രേറ്റ്നെസ് ഇത് അണ്ണൻ്റെ വാക്കാണ് മുത്തേ. ഗ്രേറ്റ് ടെസ്റ്റ് ഗ്രേറ്റ് ടെസ്റ്റാ ഇവനൊക്കെ എടാ വണ്ടി ഒന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടാ. എനിക്കിത് വായിക്കാൻ പറ്റണ്ടടാ. ഇത് എന്തോന്നിത്? ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. വെണ്ണാൻ്റെ ഉള്ളിലി സീരിയസ്ലി മുത്തേ. എടാ ഇവന്മാരെൻ്റെ അടുത്ത് വല്ലതും ചിലപ്പോൾ സംസാരിക്കണ്ടായിരിക്കും. ഈ ചാറ്റ് ഞാൻ ഓഫ് ആക്കിയിട്ടാണ് ഈ കാണത്തില്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണേ മുത്തേ. ഗാനഗന്ധർവനെന്നാ മൈ ബസ് ഫ്രണ്ട് നോക്കുന്ന അവിടെ ഞാൻ സെക്സി കാണാ. ഇവനെ MBD തൂക്കിയില്ലേ? ഗനന്തർ എടാ എന്തൊരു ഗന്ധർവൻ. എടാ ഗന്ധർവൻ. ഗന്ധർവൻ മുത്തേ. ഗന്ധർവനാണ് അവൻ. ഗന്ധർവൻ മുത്തേ. അവനാണ് ബാക്കിൽ മറ്റേ പൂച്ച. അല്ല പൂച്ച വേറെ തരത്തെ, അവൻ മറ്റേ വേറെ തരത്തെ മുത്തേ. ചെറുക്കൻ ഗന്ധർവനാണേ മുത്തേ. ഗന്ധർവൻ സീരിയസ്ലി മുത്തേ. മൈ ബസ് ഫ്രണ്ട് നോക്കണ്ട. എടാ നിൻ്റെ ബസ് ഏത്? ഞാൻ ഇതല്ലേ വയനാടെന്നല്ലേ മുത്തേ നിൻ്റെ ബസ്? ഞാൻ അത് എപ്പോഴും കാണണല്ലേ മുത്തേ. ഇതിൽ എന്തൊരു ഭൂതമായിട്ടിരിക്കണ? നിൻ്റെ ബസ്സാണ് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും കാണണം. ഇതിൽ ഞാൻ പുതുതായിട്ട് എന്തെങ്കിലും നീ പറയാൻ? എടാ ബസ് എടുത്ത് എടാ നീ എന്താടാ ഒരുത്തൻ്റെ ബസ്സിൻ്റെ ബാക്കിലോട്ട് ഇടിച്ചുകൊണ്ട് പോണത്? ലുമിനോസേ നീ എന്തിന് കാണിക്കണ? നീ അറക്കൽ ബസ്സിന് എന്തിന് ബാക്കിലോട്ട് ഇടിച്ചുകൊണ്ട് പോണത്? നിനക്ക് സ്ഥലമില്ല ഇവിടെ, ഇത്രയും വലിയ സ്ഥലമുണ്ട്. ഇത് നീ എന്ത് ലൊട്ട കാണിക്കണം മുത്തേ? ലുമിനോസേ ചെറുക്ക അവിടെ മര്യാദയ്ക്ക് ഇട്ടിരുന്നതല്ലേ? നീ അതെടുത്ത് പറപ്പിക്കണം അതിനടുത്തോണ്ട്. സീരിയസ്ലി എടാ ഇവനൊക്കെ എന്താ മുത്തേ? നമ്മൾ ലൈവണെങ്കിൽ 1 hour അടിച്ചതേ ഉള്ളൂ. ഗാന്ധർവൻ തമ്പുരാനിസ്. തമ്പുരാൻ അതെനിക്കറിയാം. പോടാ ഞാൻ കറക്റ്റാണ് വായിച്ചത്. തമ്പുരാനിസ് എന്നാണ് ഞാൻ വായിച്ചത്. നിങ്ങൾ എന്തിനാണ് എന്തൊരു കാപ്പിക്കുരുവാ? എന്താടാ ചോദിച്ചേക്കണ? ക്രേറ്റോസ്. ക്രേറ്റോസ് നമുക്കറിയാം. പറ്റില്ല. മുട്ട അണ്ണ സീനാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ നിങ്ങൾ അറിയണ്ട. ക്രേറ്റോസ് അണ്ണ സീനാണ്. കാപ്പിക്കുരുവും മത്തിക്കുരുവൊന്നും അല്ല. മത്തിക്കുരുവിന് എന്തൊരു കുരു? വേറെ കുരുവൊന്നും അല്ല. ക്രേറ്റോസ് അണ്ണ സീനാണ്. അണ്ണനെ പറഞ്ഞ സീനാണ് കേട്ടോ. അണ്ണത്തി ഭയങ്കര ഗെയിം കളിക്കുന്നവർക്ക് അറിയാം. വീഡിയോ ഗെയിമിൻ്റെ ഡബ്ല്യു ഒരുത്തനാണ്. ആളാണ്. എന്നെ ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും ഒട്ട ഇത് ഇங்கே. എടാ മൊത്തം എന്താടാ എന്നെ കയറ്റാൻ പറ. ബസ് കൊണ്ട് കയറാ. എടാ നീ കയറ്. നീ ബസ് ഇതാ കയറ്. നല്ല ബസ് കൊണ്ടുപോകാൻ മുത്തേ. നിന്നെ കയറ്റുള്ള കാര്യം പറഞ്ഞു. നീ ബസ് കൊണ്ടുവന്നാൽ കയറ്റും മുത്തേ. അതൊക്കെ ഇവിടെ മോഡറേഷൻ ഒരുത്തൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനല്ല അതിൽ ഇടപെടണം. മനസ്സിലായില്ലേ? ഞാൻ അത് ഇടപെടണില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തുണ്ട്. അപ്പം നീ കറക്റ്റ് സാധനം കൊണ്ടുവന്നാൽ നിനക്ക് പണ്ണൂല. മനസ്സിലായിടാ മുത്തേ. നല്ല കൊണ്ടുവന്നാൽ മതി. അവൻ ഒന്നിനൊന്നും പണ്ണൂല. ഇവൻ്റെ ബസ് പോയാ? ഇല്ല. ഓക്കെ. എടാ ദിവനെ ഞാൻ എടാ ഈ ലുമിനോസിനെത്തി മാറ്റി. എടാ മുത്തേ ലുമിനോസത്തിൽ ഒട്ട കാണിക്കണ്ടാ. എടാ മുത്തേ അബി എടാ റൂമിലുണ്ടെങ്കിൽ ലുമിനോസ് എന്തോ ഒത്തിരി എനിക്ക് നമ്പറൊക്കെ വെച്ചാൽ എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് അറിയണം. ആരും വിളിക്കാനൊന്നും പോകണില്ല കേട്ടാ. വല്ല ഞരമ്പന്മാരങ്ങനെയാണെങ്കിൽ പെണ്ണാണെന്ന് വിചാരിച്ച് ചിലപ്പോൾ എന്നെ വിളിക്കും. അല്ല ആരും വിളിക്കൂല കേട്ടാ. ചുമ്മാ എന്തിനാണ് മുത്തേ? ലുമിനോസ് കുഴപ്പമില്ല. ഫോണേ പോട്ടു. പിന്നെ എടാ ഞാൻ നല്ല പിക്ക് എടുക്കും. നിങ്ങൾ വേണേ വന്ന് നിന്നാൽ മതി കേട്ടോ. മുത്തില്ല ഞാൻ എത്ര തവണ നിങ്ങളെ വിളിക്കണം? നിങ്ങൾക്ക് വരാൻ അറിഞ്ഞൂടെ? ഞാൻ നിങ്ങളതായത് നല്ല മാസമായിട്ട് നിൽക്കണേ. മുത്ത. ഒരുമാതിരി ലൊട്ട ലുക്കി നിൽക്കല്ലേ. ഒരുമാതിരി പിതിങ്ങി നിൽക്കല്ലേ മുത്ത. ഒരുമാതിരി പഴം പുഴുങ്ങിനെ പോലെ വന്ന് നിൽക്കല്ലേ. W ലുക്കി വന്നിക്കണം കേട്ടോ. ലാഗ് ബ്രോ ഞാൻ ഇറങ്ങി നോക്കണം മുത്തേ. ഓക്കെ. എടാ മുത്തേ വന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു കേട്ടോ മുത്തേ. ബിഗ് താങ്ക് യു. സ്നൂബ് ബ്രോ ബസ് വാന്നാ. എടാ ചെറുക്കൻ വന്നില്ല. നമ്മൾ കുറേ നേരമായാലും നമുക്ക് ഇവിടുന്ന് ഇതാക്കണം കേട്ടോ. നമുക്ക് പോകണം. ഇത് ഒരുപാട് നേരമായി. നമ്മൾ 10-20 മിനിറ്റെങ്കിലും അവരെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. 10-20 മിനിറ്റ് കൂടുതലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഓക്കെ. അപ്പം വാടാ മുത്തേ. ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാ എൻ്റെ അടുത്താണ്. പ്ലെയർ വിച്ചുണ്ണിയാ. വിച്ചുണ്ണിയാ അല്ല വിച്ചു. എടാ VICHU. നീ അതിന് 10 Cയും 10 H ഒന്നും ഇടണ്ട. മനസ്സിലായില്ലേ? അത് മാസമല്ല. മനസ്സിലായില്ലേ? വേണ്ട. നീ 6 മുത്തേ. നീ എന്തിന് നിൻ്റെ
എടാ ഇവനെ മറ്റേ അവൻ്റെ മറ്റേല് തൂക്കി അങ്ങെടുത്ത് വെളി അറിഞ്ഞാണ് മുത്തേ അവനെ. അവൻ മറ്റേ പറയണില്ലേ അവനെ കാരം കൊണ്ട് വന്നേക്കണം അവൻ്റെ. കളിക്കണാണോ നീ നമ്മളോട് ചെയ്യുമ്പോൾ? ചെറുക്കവൻ്റെ മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ചൂടായിരിക്കടാ. അവൻ കൊണ്ടുവന്നേക്കണ്ട ഞാൻ പറയണില്ലോട്ട്. എന്തായാലും കൊള്ളാം. എടാ നമ്മൾ അത്യാവശ്യം നല്ല ബസ്സൊക്കെ നോക്കി ഇവിടെ കാര്യങ്ങളൊക്കെ വൈബായിട്ട് നിന്ന് കേട്ടോ. നമുക്ക് ഇനി നെക്സ്റ്റ് റൂമിൽ കയറിയാലോ? നെക്സ്റ്റ് റൂമിൽ കയറാം ഗൈസ്. ഇപ്പോൾ ചിലർക്കൊന്നും കയറാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത്യാവശ്യം ഒരു ആൾക്കാരെ കയറി സന്തോഷമാണ്. നിങ്ങളെ വന്നതിനൊക്കെ ഒരുപാട് എന്തുവാണ് ഹാപ്പി ആ സാധനം ഉണ്ടല്ലേ അത് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാടാ. ഞാൻ നെക്സ്റ്റ് റൂമിൽ പോകും. ഇറങ്ങട്ടെ, എന്തായാലും ഇറങ്ങട്ടെ.